ഹലോ എവരി വൺ. ഇപ്പം പറയാൻ പോകുന്ന വീഡിയോയുടെ ഈ സബ്ജക്റ്റ് വി ആർ യുണീക്ക്. നമ്മൾ യുണീക്കാണ്. അപ്പോൾ നമ്മൾ ഈ യുണീക്നെസ് മനസ്സിലാക്കണം. നമ്മളെപ്പോലെ വേറൊരാൾ ഈ ലോകത്തില്ല, അത്രയ്ക്ക് യുണീക്കാണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ പേര് ഐ ആം യുണീക്ക് എന്ന് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേര് ഇത് കാണുമ്പോൾ വിചാരിക്കും എന്നെക്കുറിച്ച് എന്തോ പറയുകയാണ്. ആ ഒരു ഈഗോ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ വീഡിയോ കാണാനുള്ള സാധ്യത കുറയും. അതേസമയം വി ആർ യുണീക്ക് സെയിം കാര്യം തന്നെയാണ്, പക്ഷെ വി ആർ യുണീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കാണുന്ന ഒരാൾക്ക് അയാളെക്കുറിച്ചും കൂടി ആണല്ലോ എന്ന് തോന്നൽ ജനിക്കും. ഓക്കെ, അതുകൊണ്ടാണ് വി ആർ യുണീക്ക് എന്ന് ഇട്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ യുണീക്കാന്നുള്ളത് ഞാൻ പറയാം. ഞാൻ യുണീക്കാണ് എന്നെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അതാണ് എൻ്റെ ശക്തി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾ ഇനി ഈ ലോകത്തുണ്ടാകത്തില്ല, നേരത്തെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല, എത്ര മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാലും. കാരണം ഞാൻ ജനിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇനിയും ജനിക്കണം. അവർ ജനിച്ചാൽ മാത്രം പോരാ, അവർ ഒന്നിക്കണം. ഓക്കെ, ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ, അങ്ങനെ ഞാൻ ജനിച്ചാൽ തന്നെ ഞാൻ ഇന്ന് വളർന്നു വന്ന സാഹചര്യം എന്താണോ അതേ സാഹചര്യം ആ വ്യക്തി നേരിടണം. അത് ഇംപോസിബിൾ ആണ്. ആ യുണീക്നെസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ യഥാർത്ഥ പവർ, നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ യുണീക്കാന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് എൻ്റെ സാധ്യതകൾ എനിക്ക് തെളിഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷനിൽ പെട്ടുപോകും. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിന് ഒരു പ്രശ്നമുണ്ടെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളെ കഴിവില്ലാത്ത ഒരാളാണെന്നാണ് അവിടെ പറയുന്നത്. മാർക്ക് കൂടുതൽ മേടിക്കുന്ന ആൾ മിടുക്കനും മറ്റൊരു മണ്ടനുമായിട്ടാണ് കാണുന്നത്. നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചവരാണ്. ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്തൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച സാറിൻ്റെ പേര്, മലയാളം പഠിപ്പിച്ച സാറ് കുട്ടപ്പൻ സാറാണ്. അപ്പോൾ സാറ് ഈ പദ്യം കവിതയാണല്ലോ പദ്യം. അപ്പോൾ അത് നമ്മൾ കാണാൻ പഠിച്ച് നമ്മളിത് പറയണം. അപ്പോൾ സാറിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും. അപ്പോൾ അതനുസരിച്ച് പറയണം. പറഞ്ഞില്ലെങ്കിൽ സാറ് വഴക്ക് പറയും, അല്ലെ അടിക്കും, പിച്ചുമൊക്കെ ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അങ്ങേരുടെ പഠിപ്പിക്കുന്ന സ്റ്റൈല്. പ്രശ്നം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിന്റെ ചോദ്യമായേ വരത്തുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഈ പദ്യമായിട്ട് ബന്ധപ്പെട്ട് 2 മാർക്കിന് ചോദ്യം വരത്തുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിൽ പോയി എപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കണം. കാര്യം ഞാൻ ഇല്ലേ ഇയാൾ വഴക്ക് പറയും, അല്ലെ തല്ലും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പദ്യം പഠിക്കും, ഞായറാഴ്ച ദിവസമൊക്കെ. അപ്പം പപ്പായും മമ്മിയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി വേറെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കൂ. എന്നിട്ട് പറയും, ഇവിടെ 2 മാർക്കിന്റെ ചോദ്യം ഉള്ളൂ, ഇനി രാവിലെ തൊട്ട് ഇത് പഠിച്ചിട്ട് കാര്യം, നിങ്ങൾക്ക് ബാക്കി സയൻസൊക്കെ പഠിക്കാനുണ്ടല്ലോ. നമ്മളിത് പറയും. കാര്യം ഈ പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഈ ഒരു സിനിമയെ പറഞ്ഞ നിർത്തി അങ്ങ് അപമാനിക്കും. അപ്പം നമുക്കിത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം അന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ സീനിയറായിട്ടുള്ള ഒരാളുണ്ട്, പുള്ളിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു. പുള്ളി ഇതേ സിറ്റുവേഷൻ ഫേസ് ചെയ്താണല്ലോ. അപ്പോൾ കുട്ടപ്പൻ സാറിനെ ഇടപെടി എങ്ങനെയാണെന്ന് ചോദിച്ചു. നിങ്ങളുമായിട്ട് ഇപ്പം നിങ്ങൾ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു, ഈ പദ്യം പഠിക്കുവാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പഠിക്കത്തില്ല, കാര്യം ഇത് വെറുതെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കവി ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കാണാപ്പാടം പഠിക്കാനുള്ള ഉദ്ദേശം ഇല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ വെച്ചിരിക്കുന്നു. അത് ചോദ്യമായി, അത് മാർക്ക് എഴുതണം, പരീക്ഷയായി, ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു, നിങ്ങളോട് സാറ് ചോദിച്ചാൽ നിങ്ങൾ എന്നാ ചോദിക്കും? അപ്പോൾ പുള്ളി പറഞ്ഞു എന്നോട് ചോദിക്കത്തില്ല, കാര്യം എനിക്കിത് അറിയാം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അതെങ്ങനെയാണ്, അത് ആ അറിവുണ്ട്, അത്ര തന്നെ. അന്ന് എനിക്ക് മനസ്സിലായി ചിലർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ള അറിവുകൾ നേടാൻ ശ്രമിച്ചു. എന്താണ് സംഭവം എന്ന് അങ്ങനെ ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വന്ന എവിടെ നിന്നാണ്. ഇത് 1900 ആദ്യവും 1800 അവസാനവും അമേരിക്കയിൽ റോക്ക്ഫെല്ലർ എന്ന് പറഞ്ഞ അന്നത്തെ ഒരു കോടീശ്വരനുണ്ട്. അയാൾ അന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. അയാൾ
ആണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ബേസിക് ഉണ്ടാക്കിയത്. അത് ആ ബോർഡ് ഉണ്ടാക്കി അവിടെ. അങ്ങനെ അയാൾക്ക് ജോലി ചെയ്യാൻ കുറെ ആൾക്കാരെ വേണം. അപ്പം ആ ജോലി ചെയ്യാനുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അയാൾ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യണം. അത്ര ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് അതവിടെ. അതിൻ്റെ ബാക്കിയാണ് ഇവിടെ പിന്നീട് വരുന്നത്. കാര്യം US കാര്യങ്ങളാണല്ലോ ഇന്ന് ബേസിക്കലി നമ്മളെല്ലാവരും അഡ്വാൻസ്ഡ് രാജ്യങ്ങളിലാണല്ലോ എല്ലാം നമ്മളിവിടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ ഇതിനകത്തൊരു കാര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഗുണം ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് കെമിസ്ട്രി ടഫായിരുന്നു. പക്ഷേ ഇത് ടഫ് ലാംഗ്വേജ് ആണ് എന്നെ സംബന്ധിച്ചോളം, ടഫ് സബ്ജക്റ്റ് ആണ്. പക്ഷേ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിക്കും. ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ ടീച്ചറിന് മനസ്സിലായി ഞാൻ ഇതിനകത്ത് എനിക്ക് കഴിവില്ലെന്ന് മനസ്സിലായി. ഈ കെമിസ്ട്രിക്കും ഫിസിക്സിനും രണ്ടിനും പ്രശ്നമാണ്. ഇത് ഫിസിക്സിൻ്റെ ടീച്ചറാണ്. അപ്പം രണ്ടിനും അതെനിക്ക് പ്രശ്നമാണ് എനിക്ക്. അപ്പം ഫീസിൻ്റെ സമയമായപ്പോഴത്തേക്ക് എന്നോട് ടീച്ചർ പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ട് ഫീസ് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അന്ന് 500 രൂപ ഫീസ്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചെന്ന് പപ്പായോട് പറഞ്ഞു, പപ്പ ഫീസ് കൊടുക്കുന്നു പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു, നീ പൊക്കോ, ഞാൻ ഫീസ് ടീച്ചറിനെ വന്ന് കണ്ടിട്ട് നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പായ്ക്ക് എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണം. അത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി ടീച്ചർ ഞാൻ പഠിക്കത്തില്ല എന്ന് പറയുമെന്ന് ഉറപ്പാണ് എനിക്ക്. ഞാൻ പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം, നീ വിട്ടു, ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം വരുമെന്ന് ഉറപ്പായി. ഈ ടീച്ചറിനെ കൊണ്ട് ഇനി ഫീസ് കൊടുക്കുമല്ലോ. അപ്പം ഈ ഞാനുള്ള സമയത്ത് വന്നു, ക്ലാസ് എടുത്തോണ്ട് ഈ സമയത്ത് വന്നു, ടീച്ചറിനോട് പറഞ്ഞു ഞാൻ ജിജോ ഫിലിപ്പിൻ്റെ ഫാദറാന്ന് പറയുന്നു. അപ്പം ടീച്ചർ ഏത് ജിജോ ഫിലിപ്പ്? എന്നെ അറിയത്തോലുമില്ല, ടീച്ചറിന് പേര് അറിയത്തില്ല. അത് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. ആണല്ലേ, എന്താ വന്നെന്ന് ചോദിച്ചു. ഞാൻ ഫീസ് തരാൻ വന്നാന്ന് പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഫീസ് വേണ്ട, ജിജോ ഫിലിപ്പിൻ്റെ ഫീസ് വേണ്ട, ഇയാൾ ജയിക്കത്തില്ല, എനിക്ക് ഇയാൾക്കൊന്നും അറിയത്തില്ല, ഇയാളുടെ ഫീസ് എനിക്ക് വേണ്ട. അപ്പോൾ ഫാദർ ആ ഒരു ടെൻഷനായി. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ ടീച്ചർ എന്തായാലും പഠിപ്പിച്ചാണല്ലോ അവനെ, എന്തായാലും ഫീസ് മേടിക്കുക. അല്ല, എനിക്ക് ജിജോ ഫിലിപ്പിൻ്റെ ഫീസാണ് എനിക്ക് വേണ്ട. അപ്പം ഈ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുടെ പേരെല്ലാം ടീച്ചറിന് നല്ല അറിയാം, പക്ഷെ എൻ്റെ പേര് പോലും നേരെ അറിയാനും മേല. അപ്പം ആ ഒരു എഡ്യൂക്കേഷൻ സംവിധാനം അങ്ങനെയാണ് കാണുന്നത്. കുറേ ആൾക്കാരെ കഴിവുള്ളവരും കുറേ ആൾക്കാരെ കഴിവില്ലാത്തവരും, ആ സബ്ജക്റ്റ് പഠിക്കാത്തവർ കഴിവില്ലാത്തവരെ കാണും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എല്ലാവർക്കും കഴിവുകളുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങൾ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അന്ന് ആ ടീച്ചർ ആ ഫീസ് മേടിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നീടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫാദറിനും ഭയങ്കര വിഷമായത്. അപ്പം അതെനിക്ക് മനസ്സിലായി. പക്ഷെ അവർ ആ ഫീസ് മേടിച്ചാൽ മതിയായിരുന്നു, ആ പ്രശ്നം അവിടെ തീർന്നേനെ, അത്രയും. പക്ഷെ ഞാൻ ആ പരീക്ഷ പാസ്സായി. അത് പക്ഷേ ഫാദറിന് എന്നിലുള്ള ഇമ്പ്രഷൻ അവിടെ പോയി. അപ്പം ഈ വിദ്യാഭ്യാസ സംവിധാനം ഇങ്ങനെയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ പിള്ളേരുടെ സമയം വന്നപ്പോഴത്തേക്കും പിള്ളേരെ ഞാൻ ആ ട്യൂഷൻ വിട്ടേയില്ല. മൂത്താൾ അന്നയാണ്, അന്നേനെ ട്യൂഷൻ വിട്ടില്ല. ഇളയാൾ എൽസ, ഇപ്പോൾ ഉള്ളത് ഉണ്ണിക്കുട്ടൻ, ഫിലിപ്പ് എന്നാണ് ഒഫീഷ്യൽ നെയിം. ഈ PTA മീറ്റിങ്ങിന് ഞാൻ പോകത്തില്ല. അപ്പം കൊച്ചിലെ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ അവർ പഠിക്കുക, 5ാം ക്ലാസ് വരെയൊക്കെ ഇവർ നമ്മളെ നോക്കിയിരിക്കും PTA മീറ്റിങ്ങിൻ്റെ വരുന്നില്ല. അപ്പം ഞാൻ കഴിവൊന്ന് ദീപയെ വിടും, വൈഫാണ് ദീപ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വളരെ അപൂർവമായിട്ട് പോകും. പക്ഷെ അവർ മുതിർന്നു കഴിഞ്ഞല്ലോ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയമായപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. കാര്യം അവർക്ക് ഈ സാറുമാർക്ക് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്തോ വലിയ സംഭവമാണ്, അവരാണ് വലിയ ആൾക്കാരെന്നുള്ള തോന്നലുള്ള ആൾക്കാരാണ്. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോകത്തില്ല. ഇനിയിപ്പം ഉണ്ണിക്കുട്ടൻ വലുതായി വരുമ്പോഴത്തേക്കും ദീപയ്ക്ക് പോകാൻ പറ്റാത്ത അവസരത്തിൽ മാത്രം പോകും. അത് പക്ഷെ കാര്യം മനസ്സിലാന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഞാൻ ഈ വരത്തില്ലെന്ന് പറയും. അപ്പൊ ഇതിനകത്ത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും യുണീക്കാണ്. ഈ യുണീക്നെസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഒരാൾ കൈക്കൂലി മേടിക്കുന്നു, 500 രൂപ 1000 രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ കാണുവാണ്. എനിക്ക് അയാളോട് സഹതാപേ തോന്നത്തുള്ളൂ. കാരണം ഒരു സിംഹം പുല്ല് നിന്ന് ജീവിക്കുന്ന പോലെയാണ്. അപ്പൊ യഥാർത്ഥ സിംഹത്തിന്റെ പവർ എന്നാണ്? അത് കാട്ടുപോത്തിനെ വരെ വേട്ടയാടി കഴിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ജീവി അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കാതെ പുല്ലിരുന്നു. അപ്പോൾ നമുക്ക് സഹതാപം തോന്നും. അതുപോലെ തന്നെയാണ് സംഭവം. അപ്പോൾ യഥാർത്ഥ പൊട്ടൻഷ്യൽ മനുഷ്യന് മനസ്സിലാകാതെ പോയി. പൊട്ടൻഷ്യൽ മനുഷ്യന് മനസ്സിലാകത്തുമില്ല.
അവൻ്റെ ആ യുണീക്നെസ് പിടികിട്ടത്തില്ല. അപ്പം അങ്ങനെയാണ് ഈ സംവിധാനം മുഴുവൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ പവർ ആയി മാറുക, ഒരു ശക്തിയുള്ള വ്യക്തിയായി മാറുക. യഥാർത്ഥ ശക്തി അത് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അത് കണ്ടെത്തിയിട്ട് ആ മേഖലയിൽ നിങ്ങളൊരു മാസ്റ്ററായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളെ പിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത്ര ശക്തനായി തീരാൻ പറ്റും. അതിനോട് കോമ്പറ്റീറ്റ് അല്ല നമ്മൾ ശക്തനാണ്, നമ്മൾ സ്വയം ആയി തീരുക. അപ്പൊ ഈ യുണീക്നെസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഞാൻ ഈ എക്സാമ്പിളെല്ലാം പറയാൻ കാരണം, ഈ യുണീക്നെസ് ആർക്കാണോ അറിയാവുന്നത്, ഈ യുണീക്നെസ് മനസ്സിലായവർക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലൊരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം പിന്നെ അയാൾക്ക് ഈ മനുഷ്യന്റെ സാധ്യതകളെ കുറിച്ച് അറിയാം. ആ സാധ്യതയെ താഴെ നിൽക്കുന്നവർ കറക്റ്റായിട്ടല്ല ചെയ്യുന്നത്, അവർക്കത് മനസ്സിലായിട്ടില്ല. അതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്. അങ്ങനെയാണ് ഈ സമൂഹം നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത്. ഒരു വീഡിയോ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതൊരു സിംഹത്തിനെ അതിൻ്റെ ട്രെയിനർ ചെരുപ്പ് കൊണ്ട് അടിക്കുക. കൊച്ചിലെ മുതലേ ഈ അതിനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെരുപ്പിനടിക്കും. ചെരുപ്പ് ഊരി ഒരടി കൊടുക്കും, ഒരെണ്ണ സിംഹം പേടിച്ചു പോകും. പിന്നെ ഇത് വലിയ സിംഹമായി കഴിഞ്ഞാലും ഈ ചെരുപ്പ് കാണിച്ചാൽ മതി, പമ്മും. അതാണ് കണ്ടീഷനിങ്. ശരിക്കും നമുക്ക് കാട്ടിലെ സിംഹത്തിനെ ചെരുപ്പ് കാണിച്ചാലൊന്നും അത് പേടിക്കുകയില്ല, നിങ്ങൾക്കറിയാം. ഇങ്ങനെ നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കഴിവില്ല, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് സൊസൈറ്റി. നിങ്ങൾ ആ കണ്ടീഷനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരണം. അവിടെയാണ് യഥാർത്ഥ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആർക്കൊക്കെയാണോ മനസ്സിലാകാൻ സാധ്യതയുള്ളവർ അവർക്ക് മനസ്സിലാവും. അല്ലാതെ ഞാൻ വിളിച്ചിരുത്തി ഈ കാര്യം ഒന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇത് മനസ്സിലാകാൻ ആവശ്യമുള്ളവരുണ്ട്, എവിടെയൊക്കെ ഇരിപ്പുണ്ട്, അവർ കേൾക്കും, അവർക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികളോട് അവർക്ക് മാർക്ക് കുറവാണെങ്കിൽ വഴക്ക് പറയല്ല വേണ്ടത്. അവർ ശക്തരാണെന്നും അവർ കഴിവുള്ളവരാണെന്നും അവരോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ശക്തരുള്ളതായി മാറിത്തീരും. പക്ഷെ അവർക്ക് മാർക്ക് കുറവായിരിക്കും ചില സബ്ജക്റ്റുകളിൽ, ചില സബ്ജക്റ്റുകൾക്ക് പറ്റത്തില്ലായിരിക്കാം. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ വിജയമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. അതൊരു സ്കൂൾ സംവിധാനം ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യങ്ങളെന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പലതും ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഇനി ചുറ്റുമുള്ളൊരു പ്രോഗ്രാം ചെയ്യും, പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ ഒരു 7 വയസ്സ് വരെയാണ് അവരുടെ ഏറ്റവും പവർഫുൾ ആകേണ്ട ഒരു സമയം. ആ സമയം അവരെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവർ കഴിവുള്ളവരാണെന്നും അവർ പവർഫുൾ ആണെന്നും അവരെ പറഞ്ഞ് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കുക. ഞാനിപ്പം ഉണ്ണിക്കുട്ടൻ്റെ കാര്യം, ഏറ്റവും ഇളയ കുഞ്ഞിന് വീട്ടിൽ നിന്ന് ഉണ്ണിക്കുട്ടനാ, അവനോട് നീ മിടുക്കനാണെന്നും കഴിവുള്ളതാണെന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും അവനെ തോന്നും എനിക്ക് എന്തോ കഴിവുണ്ടെന്ന് തോന്നും. അപ്പോൾ അവൻ ആലോചിച്ച് തുടങ്ങും. നാളെ അവന് തോന്നും എൻ്റെ പപ്പ എന്നോട് അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, എനിക്ക് കഴിവുണ്ടെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ആ ഒരു തോട്ട് അവനിൽ ജനിക്കും. അപ്പോൾ അവൻ്റെ സാധ്യതകളിലേക്ക് അവൻ അതിൻ്റെ അതിശക്തനായ ഒരു വ്യക്തിയായി തീരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കുട്ടികളോട് പറയേണ്ട രീതി, നിങ്ങൾ കണ്ടീഷനിങ് മനസ്സിലാക്കി നിങ്ങളുടെ സാധ്യതകളിലേക്ക് കടക്കുക, ആ യുണീക്നെസ് കണ്ടെത്തുക, എവിടെയാണ് നിങ്ങൾ യുണീക്ക് എന്ന് കണ്ടെത്തുക. ഇതൊക്കെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണെല്ലാം. താങ്ക് യു, ബൈ ഫോർ നൗ.